ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഈശോയുടെ വെളിപാടുകളുടെ തുടർച്ചയായ ഒരു കാലഘട്ടമാണല്ലോ ധനഹ കാലം. ഈശോ സ്വയം വെളിപ്പെടുത്തുന്നു, ഈശോയുടെ പ്രത്യക്ഷീകരണം, ഈശോ ആരാണെന്ന് നമ്മെ അറിയിക്കുന്നു. അങ്ങനെയുള്ള വായനകളുടെ തുടർച്ചയാണ് ഈ ഞായറാഴ്ചകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധനഹകാലം 5-ാം ഞായറാഴ്ചയിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ വായിച്ച വായനകളുടെ തുടർച്ച, ലെക്സിയോ കണ്ടിന്യൂവ, തുടർച്ചാ വായനയാണ് നമ്മൾ കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഈശോ സമൃദ്ധമായ നല്ല വീഞ്ഞ് നൽകുന്ന ഉടമ്പടിയുടെ വിവാഹ വിരുന്നിൻ്റെ ആ വീഞ്ഞ് നൽകുകയാണ്. നല്ല വീഞ്ഞ് നൽകുന്ന, പുതിയ വീഞ്ഞ് നൽകുന്ന കർത്താവ്. തുടർന്ന് ഈ 2-ാം അധ്യായത്തിൽ തന്നെ ഈശോ ദേവാലയം ശുദ്ധമാക്കി താൻ തന്നെയാണ് യഥാർത്ഥ ദേവാലയം എന്ന് പ്രഖ്യാപിക്കുന്നു. പുതിയ ദേവാലയം താനാണെന്ന് പ്രഖ്യാപിക്കുന്നു. അതിൻ്റെയും തുടർച്ചയാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം. ഇന്നത്തെ സുവിശേഷ ഭാഗം 1 മുതൽ 21 വരെ പുതിയ മനുഷ്യരായി തീരുക, പുതിയ മനുഷ്യനാവുക, വീണ്ടും ജനിക്കുക എന്നുള്ള പ്രമേയം. 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഫരിസേയരിൽ നിക്കാദേമോസ് എന്നുള്ള പേരുള്ള ഒരാൾ ഈശോയുടെ അടുക്കിലേക്ക് വരികയാണ്. അവനൊരു യഹൂദ പ്രമാണിയായിരുന്നു. സെൻഹെദ്രിൻ, യഹൂദന്മാരുടെ പരമോന്നത സമിതിയിലെ അംഗമായിരിക്കാം. നൈക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്, വലിയൊരു സ്പോർട്സ് ഷൂസ് അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്ന വലിയ കമ്പനിയാണ് നൈക്ക്. ആ വാക്ക് തന്നെയാണ് നിക്കാദേമോസിൻ്റെ ആദ്യ ഭാഗം. നിക്കോ എന്ന് പറയുമ്പോൾ, നൈക്ക് എന്ന് പറയുമ്പോൾ വിക്ടറി എന്ന വാക്കിൻ്റെ അർത്ഥം വിജയം. നിക്കാദേമോസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മേൽ വിജയം വരിക്കുന്നവൻ. അങ്ങനെ വലിയൊരു ഉന്നത സ്ഥാനമുള്ള ഗ്രീക്ക് നാമമാണ് ഒരു നിക്കാദേമോസ് എന്നുള്ള പേര് തന്നെ. അദ്ദേഹം ഒരു ദൈവാന്വേഷിയായിരുന്നു, യഹൂദ പ്രമാണിയായിരുന്നു, അതേസമയം തന്നെ സത്യാന്വേഷിയും കൂടിയായിരുന്നു. ആ നിക്കാദേമോസ് ഫരിസേയർപ്പെട്ട ഒരാളാണ്. ഫരിസേയർ എന്ന് പറഞ്ഞാൽ പ്രത്യേകം വേർതിരിക്കപ്പെട്ടവർ, നിയമജ്ഞൻ, കൂടുതൽ അറിവുള്ളയാൾ, അങ്ങനെ ഒരു അംഗീകരിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ യഹൂദ സമൂഹത്തിലെ ദൈക്ഷണിക മേധാവിത്വത്തിലുള്ള ആളുകൾ, അംഗീകൃതരായ ആളുകൾ പോലും ഈശോ അടുക്കിലേക്ക് വരുന്നു. ഈശോ അവരെ ആകർഷിക്കുന്നു. പക്ഷേ ഒരു തടസ്സം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പകൽ വെളിച്ചത്തിൽ വലിയ പ്രമാണിയെ അദ്ദേഹത്തിന് ഈശോയെ വന്ന് കാണുക ജനങ്ങളുടെ ഇടയിൽ ഒരുപക്ഷെ അത് സംശയത്തിനിടയാക്കും. അതുകൊണ്ട് അദ്ദേഹം രാത്രി ആണ് ഈശോയുടെ അടുക്കിലേക്ക് വരുന്നത്. രാത്രി വരുന്ന നിക്കാദേമോസ്, യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇരുളും വെളിച്ചവും ഉണ്ടല്ലോ. ഈ സുവിശേഷത്തിൻ്റെ ഭാഗം ഇന്ന് തന്നെ വെളിച്ചത്തിലേക്ക് വരുന്നതിനെക്കുറിച്ചാണ്. ഈ രാത്രിയിൽ വരുന്ന മനുഷ്യൻ യഥാർത്ഥ വെളിച്ചമായ ഈശോയെ കണ്ട് വെളിച്ചത്താൽ പ്രകാശിതനായി മടങ്ങിപ്പോകുന്നു എന്ന് സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ആ രാത്രി ഈശോയുടെ അടുക്കൽ വരികയാണ്. എന്നിട്ട് ഈശോയെ വിളിക്കുന്നത് റബ്ബി എന്നാണ്. ഈശോയെ, ഒരു ചെറുപ്പക്കാരനെ ആ ഈശോയെ റബ്ബി എന്ന് വിളിക്കുകയാണ്. അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഗുരു ആണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെ ഇല്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ ചെയ്യുവാൻ കഴിയുകയാണ്. അപ്പോൾ ഈശോ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവികമായ പ്രവൃത്തിയാണ്. വെള്ളം വീഞ്ഞാക്കിയ സംഭവമൊക്കെ അവർക്കറിയാം. അപ്പോൾ ദൈവം കൂടെ ഉള്ള ഒരു വ്യക്തിയാണ്. അമ്മനുവേൽ, ദൈവം നമ്മോടുകൂടി, ദൈവം കൂടെ സഞ്ചരിക്കുന്നു. ഈശോയുടെ കൂടെ ദൈവമുണ്ട്. ഈശോ ദൈവമാണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ, പക്ഷേ ഈശോ ദൈവം കൂടെയുള്ളവനാണ്. അങ്ങനെ അപ്പോൾ ഈശോയെ അദ്ദേഹം പ്രശംസിക്കുകയാണ്, സ്തുതിക്കുകയാണ്. പലപ്പോഴും നമ്മൾ വിശ്വാസികൾ കർത്താവിനെ സ്തുതിക്കുന്നു, ബഹുമാനിക്കുന്നു, പുകഴ്ത്തുന്നു. പക്ഷെ കർത്താവ് നമ്മോട് എന്താണ് പറയാനുള്ളത്, എന്താണ് പറയുന്നത്? അപ്പോൾ കർത്താവ് എടുത്തടിച്ചതുപോലെ കൊടുക്കുന്നൊരു മറുപടി, വെറും മുഖസ്തുതി അല്ല എനിക്ക് വേണ്ടത്, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. എന്താണ് കാര്യം? 3-ാമത്തെ വാക്യത്തിൽ, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ആമേൻ ആമേൻ എന്നാണ്. സത്യം സത്യമായി, ട്രൂലി ട്രൂലി. അത് യോഹന്നാന്റെ സുവിശേഷത്തിലെ വലിയ പ്രത്യേകതയാണ്. ഒരു സോളം സ്പീച്ച്, വളരെ ആഘോഷമായി അദ്ദേഹം അടിവരയിട്ട് ഉറപ്പിച്ച് പറയുന്നു എന്നാണ്. സത്യം സത്യമായി പറയും, നിന്നോട് ഞാൻ പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. അതാണ് ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്തിൻ്റെ കേന്ദ്ര ഭാഗം. വീണ്ടും ജനിക്കുക. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ നിക്കാദേമോസിനോട് ചോദിക്കുന്ന ചോദ്യം, ആ പ്രസ്താവന ഒരു ഡയലോഗാണ്, സംഭാഷണ രീതിയിലാണ് ഈ സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത്. നീ എന്നെ സ്തുതിക്കുന്നു, നീ മഹത്വപ്പെടുത്തുന്നു, ഞാൻ വലിയവനാണെന്ന് പറയുന്നു,
അതുകൊണ്ട് കാര്യമാവില്ല. നീ ചില കാര്യങ്ങൾ ചെയ്യണം. നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ, കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ നിനക്ക് കഴിയില്ല. വീണ്ടും ജനിക്കുക, ബോൺ അഗെയിൻ. ചാൾസ് ഡബ്ല്യു കോൾസൺ, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ബോൺ അഗെയിൻ. അമേരിക്കൻ പ്രസിഡന്റ് നിക്സന്റെ കാലത്ത് വാട്ടർ ഗേറ്റ് സംഭവത്തിൽ പ്രതിയായി ജയിലിൽ കിടന്ന വ്യക്തിയാണ്. അതിനുശേഷം അദ്ദേഹം അവിടെ വെച്ച് എഴുതിയ പുസ്തകമാണ് ബോൺ അഗെയിൻ. ആ ഗ്രന്ഥം എഴുതിയതിൻ്റെ ഉള്ളടക്കം ഇതാണ്: ആ കാരാഗൃഹത്തിൽ വെച്ച് അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു, ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന ആളായിരുന്നു. പക്ഷേ അയാൾ വീണ്ടും ജനിച്ചു എന്നാണ്. വീണ്ടും ജനിച്ചു, പുതിയ മനുഷ്യനായി മാറി. അതിനുശേഷം അദ്ദേഹം ലോകത്തിലെ പ്രിസൺ ഫെലോഷിപ്പ്, വേൾഡ് പ്രിസൺ ഫെലോഷിപ്പ് മിനിസ്ട്രി ശുശ്രൂഷ ആരംഭിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ശുശ്രൂഷയുടെ തുടർച്ചയായിട്ടാണ്, അതിൻ്റെ സ്വാധീനമാണ് ലോകത്തിലെ ആധുനിക കാലത്തെ ഈ തടവറ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. ആ ഗ്രന്ഥം ഞങ്ങൾ സെമിനാരി പഠിക്കുന്ന കാലത്ത് പിടികയുണ്ടായി. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ആ ശുശ്രൂഷകളിൽ വ്യാപരിക്കുകയും ജീസസ് ഫ്രട്ടേണിറ്റി എന്ന പേരിൽ പ്രിസൺ മിനിസ്ട്രി ആരംഭിക്കുകയും കേരളത്തിലുള്ള എല്ലാ ജയിലുകളിലും സന്ദർശിച്ച് വിമോചനത്തിൻ്റെ ആ ഒരു വാർത്ത നൽകുന്ന ഒരു പരിപാടി ആവിഷ്കരിക്കുകയും ചെയ്തു. ഞാനതിൽ പങ്കുചേർന്നിട്ടുള്ളൊരു ഒരാളാണ്. അപ്പോൾ ഈ ബോൺ അഗെയിൻ, വീണ്ടും ജനിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത് പുതിയൊരു മാറ്റമാണ്, പുതിയൊരു മനോഭാവമാണ്. അതാണ് നിക്കോദെമോസിനോട് ഈശോ ആവശ്യപ്പെടുന്നത്. നീ യഹൂദ പ്രമാണിയാണ്, റബ്ബിയാണ്, പക്ഷേ നീ വീണ്ടും ജനിക്കണം. അപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മോട് കർത്താവ് പറയുന്ന ഇതാണ്: നീ വീണ്ടും ജനിക്കണം. നീ മാമോദിസ സ്വീകരിച്ചു, ക്രിസ്ത്യാനിയാണ്, സഭയിലെ സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളാവാം, പക്ഷെ നീ വീണ്ടും ജനിക്കണം. സഭയുടെ പ്രവർത്തകനായിരിക്കാം, പ്രേക്ഷിതനായിരിക്കാം, പക്ഷെ നീ വീണ്ടും ജനിക്കണം. അപ്പോൾ നിക്കോദെമോസ് ചോദിക്കുകയാണ്, എങ്ങനെ ഇത് പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും? അപ്പോൾ ഈശോ വീണ്ടും വെളിപ്പെടുത്തുകയാണ്: ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. വിശുദ്ധ ജസ്റ്റിൻ, രക്തസാക്ഷിയായ ജസ്റ്റിൻ, റോമിലെ 165 എഴുത്തുകൾ എഴുതിയിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത് ഇത് വാസ്തവത്തിൽ മാമോദീസയെ സൂചിപ്പിക്കുന്നതാണ്. ഇന്നത്തെ ആധുനികകാല പ്രൊട്ടസ്റ്റൻ്റ് ദൈവശാസ്ത്രജ്ഞന്മാർ, ചിന്തകർ ഒക്കെ പറയുന്നത് ഇത് ആത്മാവിൽ ജനിക്കുക എന്ന് പറഞ്ഞൊരു ആശയം ഉൾക്കൊള്ളുക, വചനം ഉൾക്കൊള്ളുക എന്നൊക്കെയാണ്. പക്ഷേ അതല്ല, യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ തന്നെ മാമോദീസയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. തുടർന്ന് യോഹന്നാന്റെ സുവിശേഷം 3:22 മുതൽ ഈശോ മാമോദീസ മുക്കുന്നത് വരെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ വീണ്ടും ജനിക്കുക എന്നിട്ട് പറയുകയാണ്, ജലത്താലും ആത്മാവിനാലും ജനിക്കുക. അപ്പം ജലത്തെ വിശുദ്ധീകരിച്ച് ജലത്തിൽ മാംസം പൊങ്ങുന്നു, തൈലം അഭിഷേകത്തോടു കൂടി. അപ്പോൾ ജലത്താലും ആത്മാവിനാലും, ഈശോ ആത്മാവിൽ സ്നാനം നൽകുന്നവനാണ്, പരിശുദ്ധാത്മാവിൽ സ്നാനം നൽകുന്നവനാണ്. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവുമാണ്. ഒരു മാനുഷികമായൊരു ജനനമല്ല. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 13-ാം വാക്യത്തിൽ ദൈവമക്കളാകാൻ അവൻ നമുക്ക് കഴിവ് നൽകി തന്നെ വിശ്വസിക്കുന്നവർക്ക്. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. അപ്പം ദൈവത്തിൽ നിന്നുള്ള ഒരു ജനം, വീണ്ടും ജനനം. വീണ്ടും ജനിക്കുക എന്ന് പറയുമ്പോൾ എൽദാ മൻദ്രീഷ് എന്ന് സുറിയാനിയിൽ പറയും. വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഉന്നതത്തിൽ നിന്ന് ജനിക്കുക എന്ന അർത്ഥം കൂടിയുണ്ട്. ആദ്യമായിട്ട് ജനിക്കുക, ഉന്നതത്തിൽ നിന്ന് ജനിക്കുക. അപ്പോൾ ദൈവത്താലുള്ള ഒരു അനുഗ്രഹത്താലുള്ള ജനനമാണ്. അങ്ങനെ ജനിക്കുമ്പോൾ മാത്രമാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുക. തുടർന്ന് വിശദീകരിച്ചിട്ട് പറയുകയാണ്, കാറ്റ് അതിന് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് വീശുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിനെ വ്യാഖ്യാനിക്കുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളുടെ ചിന്തയ്ക്ക് അതീതമാണ്. അത് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കുന്നു. നമുക്ക് അദൃശ്യമാണ്, പക്ഷേ ശക്തിയുള്ളതാണ്. അങ്ങനെ കർത്താവ് പഠിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. നീ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയില്ലേ? നീ ഇസ്രായേലിൻ്റെ ഗുരുവല്ലേ? ചുരുക്കത്തിൽ ഈ 8 വാക്യങ്ങളിൽ 6 പ്രാവശ്യം ആവർത്തിക്കുന്നൊരു കാര്യമാണ് ജനിക്കുക, ജനിക്കുക, വീണ്ടും ജനിക്കുക. വീണ്ടും ജനിക്കുക എന്ന് പറയുമ്പോൾ പുതുതായി തുടങ്ങുക, പുതിയൊരു ജന്മം നൽകുക, ദൈവത്തിൽ നിന്നുള്ള ജനനം, ദൈവികമായ കൃപയിലുള്ള ജനനം, ദൈവാത്മാവിലുള്ള ജനനം. അപ്പോൾ ഒരു പുതിയ ജീവിതം. ഇപ്പോൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ, ഈശോ യഥാർത്ഥത്തിൽ ആരാധിക്കണമെങ്കിൽ ആ ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കണം. അപ്പോൾ ഇത്രയും ഭാഗം ഒരു സംഭാഷണമാണെങ്കിൽ, ഇനി
ഒരു മോണോലോഗ് എന്ന് പറഞ്ഞാൽ ഈശോയുടെ മറുപടി മാത്രമാണ് ഈ വരുന്നത്. സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നവയെ പറ്റി സംസാരിക്കുന്നു, കണ്ടവയെ പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ പ്രമായമാണല്ലോ കണ്ടതും കേട്ടതും പറയുന്നു എന്നുള്ളത്. പക്ഷെ ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഇത് വാസ്തവത്തിൽ ആദിമ സഭയുടെ ഒരു വിശ്വാസ പ്രമാണ വാക്യങ്ങളാണെന്നാണ് പറയുന്നത്, ഞങ്ങൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട്. എന്നിട്ട് 13-ാം വാക്യത്തിൽ പറയാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിലേക്ക് കയറിയിട്ടില്ല. സ്വർഗത്തിൽ മഹത്വത്തിലിരിക്കുന്നവൻ ഈ മനുഷ്യപുത്രൻ ഈശോ മിശിഹാ തന്നെയാണ്. ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ പറയുന്ന ആ മനുഷ്യപുത്രൻ്റെ പൂർണ്ണതയാണ്. എന്നിട്ട് പഴയ നിയമത്തിലേക്കൂടെ കാണിച്ചുകൊണ്ട് സംഖ്യയുടെ പുസ്തകം 21:9 മോശ മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തി, അതുപോലെ തന്നിൽ വിശ്വസിക്കുന്ന അവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിത്യജീവൻ ആ വാക്ക് ആദ്യമായിട്ട് ഇവിടെയാണ് ഉപയോഗിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ. തന്നിൽ വിശ്വസിക്കുന്ന നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ മരുഭൂമിയിൽ ആഗ്നേയ സർപ്പങ്ങളുടെ ദംശനം മൂലം മരിച്ചു വീണ ആളുകൾ മോശയോട് കൽപ്പിച്ചു, മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തുക. അത് നോക്കുന്നവർ രക്ഷ പ്രാപിച്ചിരുന്നു. അതുപോലെ ഉയർത്തപ്പെട്ട ഈശോ, സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ട ഈശോയിലാണ് രക്ഷ. ഈശോ പറയുന്നുണ്ട്, ഞാൻ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ, മനുഷ്യപുത്രൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരും എന്നിലേക്ക് ആകർഷിക്കപ്പെടും. അങ്ങനെ ഉയർത്തപ്പെട്ടവനായ ഈശോ തന്നെ വെളിവാക്കുകയാണ്. ഇന്നത്തെ ലേഖനത്തിൽ, ഹെബ്രായ ലേഖനത്തിൽ മൽക്കിസദേക്കിനെ പോലെ ഉള്ള ഒരു പുരോഹിതൻ, മാതാവും പിതാവും ഇല്ലാത്ത ഒരു പുരോഹിതൻ, അവൻ സമാധാനത്തിൻ്റെ രാജാവാണ്, സലേമിൻ്റെ രാജാവാണ്. അവന് ദിവസങ്ങൾക്ക് ആരംഭമോ ആയുസ്സിന് അവസാനമോ ഇല്ല. ഹെബ്രായ ലേഖനം 7-ാം അധ്യായം 3-ാം വാക്യം, ദൈവപുത്രൻ്റെ സദസ്യനായ അവൻ എന്നേക്കും പുരോഹിതനാണ്. അപ്പം എന്നേക്കും ഉയർത്തപ്പെട്ടവൻ ആണ് ഈശോ മിശിഹാ, എന്നേക്കും പുരോഹിതനാണ്. മൽക്കിസദേക്കിൻ്റെ ആ ക്രമപ്രകാരമുള്ള പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണത അവനാണ്. ഹെബ്രായ 6:20 പറയുന്നുണ്ട്, നമ്മുടെ മുന്നോടിയായ ഈശോ മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായിക്കൊണ്ട് ഏത് വിരിക്കുള്ളിൽ പ്രവേശിച്ചുവോ അതേ വിരിക്കുള്ളിലേക്ക് നമ്മളുടെ പ്രത്യാശയും കടന്നു ചെല്ലും. ഉന്നതങ്ങളിലേക്ക് അവിടുന്ന് ഉയർത്തപ്പെട്ട മനുഷ്യപുത്രൻ. അങ്ങനെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുന്ന ആ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നവർക്കാണ് രക്ഷ ലഭിക്കുന്നത്. ആ വിശ്വാസത്തിൻ്റെ കൂദാശയാണ്, വിശ്വാസത്തിൽ ജനിക്കുന്ന കൂദാശയാണ് മാമോദീസ. തുടർന്ന് പറയുകയാണ്, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ 3:16. ഈ ഏകജാതനായ ഈശോ മിശിഹാ, ഇഹിദായ എന്ന വാക്കിൻ്റെ അർത്ഥം, ഇഹിദായ എന്ന് പറഞ്ഞാൽ സുറിയാനി സഭയിൽ ഈശോയെ പോലെയുള്ളവൻ എന്ന അർത്ഥത്തിൽ ഇഹിദായ, സിംഗിൾ മൈൻഡഡ്നെസ്, അതായത് സന്യസ്ത ജീവിതം, ഏകസ്ഥ ജീവിതം തിരഞ്ഞെടുക്കുന്നവൻ, ഈശോയെപ്പോലെ എല്ലാ ചിന്തകളും ദൈവത്തിൽ കേന്ദ്രീകരിച്ച് ജീവിക്കുന്നവൻ. അപ്പം അങ്ങനെയുള്ള ആ ഏകജാതൻ അവനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രയധികമായി, തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവിധം തിന്മ നിറഞ്ഞ ഈ ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചു. ദൈവം പുത്രനെ മരണത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവിധം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അപ്പം ദൈവം വിമോചകനാണ്, രക്ഷകനും വിമോചകനുമായ ദൈവം. ആ വിമോചനം പൂർത്തിയാകുന്നത് ഈശോ മിശിഹായിലാണെന്നുള്ളതാണ്. ഇന്നത്തെ ഏശയ്യായുടെ ഗ്രന്ഥത്തിൽ ഇന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, 48-ാം അധ്യായം 12 മുതൽ 22 വരെ വാക്യങ്ങളിൽ 17-ാം വാക്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്, നിന്റെ വിമോചകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിനക്ക് നന്മയായുള്ളത് പഠിപ്പിക്കുന്നു, നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചെങ്കിൽ എൻ്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു, നീതി കടലലകളെ പോലെ ഉയരുമായിരുന്നു. 20-ാം വാക്യത്തിൽ പറയുകയാണ്, കർത്താവ് തന്റെ ദാസനായ യാക്കോബിനെ രക്ഷിച്ചു എന്ന് ഭൂമിയുടെ അതിർത്തികൾ വരെയും അറിയിക്കുക. പാറയിൽ നിന്ന് അവൻ ജലം നൽകി, ജലം പ്രവഹിച്ചു. അങ്ങനെ വിമോചകനായ കർത്താവ് അതിൻ്റെ പൂർണ്ണതയാണ് ഈശോ മിശിഹാ. യഥാർത്ഥ വിമോചനം അവിടെ നൽകുന്നു. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്ര അധികമായി സ്നേഹിച്ചു. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ
മോശയുടെ ഒരു വാക്ക് നിയമാവർത്തന പുസ്തകം 18-ാം അധ്യായം 15-ലും 18-ലും ആവർത്തിക്കുന്നുണ്ട്. ഇതെന്താണ്? 15-ാം വാക്യം, നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലെയുള്ള ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും. ആരാണ് ഈ പ്രവാചകൻ? പുതിയ നിയമത്തിൽ നടപടി പുസ്തകത്തിൽ വിശുദ്ധ എസ്തപ്പാനോസ്, സെൻറ്റ് സ്റ്റീഫൻ അദ്ദേഹം പറയുന്നത് അത് ഈശോയാണെന്നാണ്. അതുപോലെ തന്നെ വീണ്ടും 18-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും, എൻ്റെ വാക്കുകൾ ഞാൻ അവൻ്റെ നാവിൽ നിക്ഷേപിക്കും. അപ്പം മോശ പ്രവചിച്ച ആ പ്രവാചകൻ, ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണം ഈശോ മിശിഹായാണ്. അപ്പോൾ ആ ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. കാരണം അവൻ രക്ഷകനായിട്ട് വന്നവനാണ്. ഈശോ രക്ഷകനാണ് എന്നുള്ള തുടർന്നുള്ള 17 പേരുടെ വാക്യങ്ങളിൽ എടുത്തു പറയുന്ന കാര്യം അതാണ്. തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് ദൈവം അയച്ചത് ലോകത്തെ ശിക്ഷിക്കുവാനല്ല, രക്ഷിക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ ഏകജാതനിൽ വിശ്വസിക്കായ നിമിത്തം നേരത്തെ തന്നെ പലരും ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് ശിക്ഷാവിധി? 19-ാം വാക്യം, പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ അന്ധകാരത്തെ അധികമായി സ്നേഹിച്ചു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വെളിച്ചവും ഇരുളും, നന്മയും തിന്മയും, ഈ ദ്വന്ദ്ങ്ങൾ കാണാൻ സാധിക്കും. അന്ധകാരത്തെ മനുഷ്യൻ സ്നേഹിക്കുന്നു, തിന്മ പ്രവർത്തികളെ, സ്വാർത്ഥതയെ, ദുഷ്ടതയൊക്കെ സ്നേഹിക്കുന്നു. ഇരുളിലിരിക്കുന്നവരാണ്. ഇരുളിലിരിക്കുന്നവർ അങ്ങനെയുള്ള ഇരുട്ടിൽ നിന്നും പ്രകാശമായി ഈശോയിലേക്ക് കടന്നു വരണം. തുടർന്ന് പറയുകയാണ്, തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു, അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നില്ല. സത്യം പ്രവർത്തിക്കുന്നവനാകട്ടെ വെളിച്ചത്തിലേക്ക് വരുന്നു, അങ്ങനെ അവൻ്റെ പ്രവൃത്തികൾ ദൈവവാക്യത്തിൽ ചെയ്യുന്നതാണെന്ന് വെളിപ്പെടുകയും ചെയ്യുന്നു. യോഹന്നാൻ 3:21. അപ്പോൾ യഥാർത്ഥ പ്രകാശം, രക്ഷകൻ ഈശോ മിശിഹായാണ്. ആ ഈശോ മിശിഹായിൽ വിശ്വസിക്കുക, അവൻ്റെ വചനങ്ങളിൽ വിശ്വസിക്കുക, അങ്ങനെ അവനിൽ നിമജ്ജിതനായി എന്ന് പറഞ്ഞാൽ അവനിൽ മാമോദീസ മുങ്ങി അവൻ നൽകുന്ന ആത്മാവിനെ സ്വീകരിച്ച് പുതിയ മനുഷ്യരാകുക എന്നാണ് ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നത്. ബോൺ അഗെയിൻ, നിങ്ങൾ വീണ്ടും ജനിക്കുന്നവരാകണം. അത് ഒരിക്കൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് മാമോദീസ എങ്കിൽ നിരന്തരം സംഭവിക്കുന്നതാണ്. മാമോദീസയുടെ ഈ ചൈതന്യം അനുദിനം നമ്മൾ നവീകരിക്കുക എന്നുള്ളത് നമ്മുടെ കുർബാനയിൽ പല പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. മാമോദീസ സ്വീകരിച്ച ജീവൻ്റെ അടയാളത്താൽ മുദ്രിതരായവർ. അപ്പം മാമോദീസയുടെ ആ ചൈതന്യം, ആ മുദ്ര, അത് നമ്മൾ വീണ്ടും വീണ്ടും തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കണം. മാമോദീസായുടെ ജീവദായകമായ അടയാളത്താൽ മുദ്രിതരായവർന്ന് 4-ാം ഗഹന്തായിൽ ഗഹന്തായിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. മാമോദീസായുടെ ആ ചൈതന്യം, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്ന ആ ചൈതന്യം, അത് നമ്മൾ വീണ്ടും വീണ്ടും നവജനനം നമ്മളിലുണ്ടാകണം. പുതിയ മനുഷ്യരായി തീരണം, ഈശോയെ കണ്ടുമുട്ടുന്നവരായി തീരണം. ഓരോ ഞായറാഴ്ചയും പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ, ആ വചനം ശ്രവിക്കുമ്പോൾ, വിശുദ്ധ കൂദാശകൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഈശോയെ കണ്ടുമുട്ടുകയാണ്. ദൈവരാജ്യം കാണുക മാത്രമല്ല, ആ ദൈവരാജ്യത്തെ പ്രവേശിക്കുകയാണ്. ആ ദൈവിക അനുഭവത്തിൽ നമ്മൾ ഔദാശികമായി പങ്കുചേരുകയാണ്. അങ്ങനെ ഈശോയാൽ നിറഞ്ഞ് ഈശോയുടെ പ്രകാശം സ്വീകരിച്ച് പ്രകാശരേണുക്കളായി ലോകത്തിൽ കർത്താവിന് സാക്ഷ്യം വഹിക്കുക. അതാണ് നെനഹാകാലത്തിൻ്റെ ചൈതന്യം. ഈ ചൈതന്യം അനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഞായറാഴ്ച ആചരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.